നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. എന്തായാലും സെക്കൻഡറി മാർക്കറ്റ് നല്ല നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റും നിരവധി IPOകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ നല്ല നിലയിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ലിസ്റ്റ് ചെയ്ത എയറോഫ്ലെക്സും വിഷ്ണുപ്രകാശും എല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല ലിസ്റ്റിംഗ് ഗെയിൻ തന്നു കാണുമെന്ന് കരുതുന്നു. എന്തായാലും അക്കൂട്ടത്തിൽ പെടുത്താവുന്ന മറ്റൊരു കമ്പനിയാണ് ഇപ്പോൾ IPO ആയിട്ട് വന്നിരിക്കുന്നത്. അത് RR കാബേൽ ലിമിറ്റഡ് എന്ന ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളായ കമ്പനിയാണ്. 1964 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 180 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളാണ്, ബാക്കിയുള്ളത് ഓഫർ ഫോർ സെയിലാണ്. അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള TPG ഏഷ്യ എന്ന ഇക്വിറ്റി ഫണ്ട് നല്ലപോലെ ഓഹരി പങ്കാളിത്തം അവർക്കുള്ള, അതായത് 21% TPG ഗ്രൂപ്പിന് ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ് RR കാബേൽ ലിമിറ്റഡ്. അവരും മറ്റു ചില പ്രൊമോട്ടേഴ്സും ചെറിയ തോതിൽ ഇതോടൊപ്പം തന്നെ ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് 1784 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ കൂടി ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും മികച്ച ഒരു ഓഹരിയാണ് ഇത്. സെപ്റ്റംബർ 13 മുതൽ 15 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ കമ്പനിയുടെ വിശേഷത്തിലേക്ക് കിടക്കാം. RR കാബൽ ലിമിറ്റഡ് എന്ന ഈ കമ്പനി 1995 ഗുജറാത്തിലെ വഡോദരയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഇവർ പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് 2 തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ്. ഒന്ന് കേബിളുകളാണ്, വയറുകൾ, അതായത് ഹൗസിംഗ് ആവശ്യങ്ങൾക്കായിട്ടുള്ള വയറുകളും ഇലക്ട്രിഫിക്കേഷൻ ആവശ്യങ്ങൾ, ഇൻഡസ്ട്രിയൽ വയേഴ്സ്, പിന്നെ പവർ കേബിൾസ്, പിന്നെ സ്പെഷ്യൽ കേബിൾസ് പലതരത്തിലുള്ള. അത് കൂടാതെയാണ് FMCG പ്രോഡക്ട്സ്, അതായത് ലൈറ്റിംഗ്, സ്വിച്ചസ്, ഫാൻ, അങ്ങനെയൊക്കെയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. ഇവരുടെ പിയർ കമ്പനികളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ CAGR ആനുവൽ ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 33% ഏറ്റവും മുമ്പിലാണ് ഈ കമ്പനി. അപ്പോൾ മികച്ച ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം തന്നെ മാർക്കറ്റിങ്ങും സെയിൽസും കമ്പനി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രോഡക്റ്റായിട്ടുള്ള വയേഴ്സ് ആൻഡ് കേബിൾസ് RR കാബിൾസ് എന്നുള്ള പേരിലാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് ഫാൻ, ലൈറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകളാണെങ്കിൽ ലൂമിനസ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ് എന്നുള്ള പേരിലാണ് അതിൻ്റെ ബ്രാൻഡ് അറിയപ്പെടുന്നത്. 2020 അരിസ്റ്റോം ലൈറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി അതായത് RR കബേൽ ഏറ്റെടുത്തു. അതുകൂടാതെ 2022 അവർ ലൂമിനസ് പവർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു ഹോം ഇലക്ട്രിക്കൽ ബിസിനസ് അതുകൂടി ഏറ്റെടുക്കുകയുണ്ടായി. വയേഴ്സ് ആൻഡ് കേബിൾസ് നിർമ്മിക്കുന്നതിന് പ്രധാനമായിട്ട് 2 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണുള്ളത്. അത് വഗോഡിയയിൽ ഗുജറാത്തിൽ തന്നെ, അതുകൂടാതെ സിൽവാസ എന്ന് പറഞ്ഞ ദാദ്ര നാഗർ ഹവേലി അവിടെയാണത്. അവിടെ 2 ഈ കേബിൾസ് ഒക്കെ നിർമ്മിക്കുന്നത്. അതുകൂടാതെ ഈ FMCG പ്രോഡക്ട്സ് ഉണ്ട്, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, ലൈറ്റ്സ്, അതുപോലെയുള്ള ഫാൻ, അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നത് റൂർക്കിയിലും ബാംഗ്ലൂരും ഗാർഗറ്റ് ഹിമാചൽ പ്രദേശിൽ അവിടെയാണ്. ആഭ്യന്തര വിപണി കഴിഞ്ഞാൽ പിന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിലും RR കാബിൾസിന് നല്ല മാർക്കറ്റാണുള്ളത്. ഈ വർഷം ആദ്യത്തെ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 71% വിറ്റുവരവും അവരുടെ വയേഴ്സ് ആൻഡ് കേബിൾസിൻ്റെ വിൽപ്പനയിലൂടെയാണ് നേടിയിട്ടുള്ളത്. ഇനി നമുക്ക് പ്രധാന പ്രൊമോട്ടേഴ്സ് ആരാന്ന് നോക്കാം. ത്രിഭുവൻ പ്രസാദ് രാമേശ്വർലാൽ കാബ്ര, അദ്ദേഹത്തിൻ്റെ ചിത്രം, അദ്ദേഹമാണ് ഫൗണ്ടർ, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള അക്ഷയ് കുമാറിൻ്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ശ്രീഗോപാൽ രാമേശ്വർലാൽ കാബ്രയുണ്ട്, മഹേന്ദ്രകുമാർ രാമേശ്വർലാൽ കാബ്രയുണ്ട്, കീർത്തിദേവി ശ്രീഗോപാൽ കാബ്ര, ഇത്രയും ഇൻഡിവിജ്വൽസ് കൂടാതെ ത്രിഭുവൻ പ്രസാദ് കാബ്ര ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്. കാബ്ര ശ്രീഗോപാൽ രാമേശ്വർല HUF ആണ്. മഹേന്ദ്രകുമാർ കാബ്ര അതും ഒരു HUF ആണ്. ഇത് കൂടാതെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ TPG ഏഷ്യ 7SF എന്ന് പറഞ്ഞ ഇക്വിറ്റി ഫണ്ട് അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ കയ്യിൽ ഏകദേശം 21% ഓഹരി അവരുടെ കൈവശമുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 66.42% ഓഹരികളാണുള്ളത്. അത് ഇഷ്യൂ കഴിയുമ്പോൾ അത് 62.77% മാറും.
ഈ ഇഷ്യൂ വഴി കമ്പനിയിലേക്ക് വരുന്നത് 180 കോടി രൂപ മാത്രമാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി. അത് അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ചില ഡെറ്റുകൾ കൊടുത്തു തീർക്കുന്നതിനും പിന്നെ ചില അഡ്വാൻസസ് കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ കമ്പനിയുടെ ആവശ്യത്തിനും മറ്റ് എക്സ്പെൻസസിനൊക്കെ കോർപ്പറേറ്റ് എക്സ്പെൻസസിന് വേണ്ടിയിട്ടും. ബാക്കി 1784 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. അത് വിറ്റഴിക്കുന്നത് മഹേന്ദ്രകുമാർ, ഹേമന്ത് മഹേന്ദ്രകുമാർ, സുമീത് മഹേന്ദ്രകുമാർ തുടങ്ങിയിട്ടുള്ള ചില ഈ പ്രൊമോട്ടേഴ്സിൻ്റെ ഗ്രൂപ്പിൽപ്പെടുന്ന ചില ആളുകൾ കാബൽ ബിൽഡ്കോൺ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റുമാണ് വിൽക്കുന്നത്. അത് കൂടാതെ നമുക്കറിയാം ഇക്വിറ്റി ഫണ്ടായിട്ടുള്ള TPG Asia 7 എന്ന ആ ഫണ്ടും കുറച്ച് ഓഹരികൾ വിൽക്കുന്നുണ്ട്. അതാണ് ഈ ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത്. 180 കോടി രൂപയാണ് കമ്പനിയിലേക്ക് വരുന്ന ഫണ്ട്. ക്യാബലിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ 2021 മുതൽ 2023 വരെയുള്ള കണക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഏറ്റവും അവസാനത്തെ ഒരു ക്വാർട്ടറിൻ്റെ മാത്രമായിട്ടുള്ള ഫലമാണ് കൊടുത്തിരിക്കുന്നത്. റവന്യൂ ഇവിടെ 2723.9 കോടി എന്ന് കാണുന്നുണ്ട്. നെറ്റ് ഇൻകം 142.6 അങ്ങനെ നോക്കുകയാണെങ്കിൽ 2023 5599.2 കോടിയായിട്ട് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ 2022 കുറച്ച് കുറവാണ് ഇവിടെ നെറ്റ് ഇൻകം. അത് 202.2 പിന്നെ അത് അവിടെ പറയുന്നുണ്ട് 2022 ലൂമിനസിൻ്റെ ഒരു ടേക്ക് ഓവറൊക്കെ വരുന്നത്. അതുകൊണ്ടായിരിക്കാം അവിടെ ഒരു കുറവ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ക്വാർട്ടർലി ഫലം നോക്കുകയാണെങ്കിൽ 1597.31 റവന്യൂ കാണിക്കുന്നത്. 103.9 കോടിയാണ് ഇതിൻ്റെ ലാഭം കാണിക്കുന്നത്. അതുപോലെ തന്നെ മാർജിൻ പെർസെൻറ്റേജിലും നല്ല ഒരു വളർച്ച കാണിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ക്വാർട്ടറിൽ 6.5 ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോഴത്തേക്കും കമ്പനി ഒരു നല്ല ആരോഗ്യകരമായ ഒരു രീതിയിലേക്കാണ് കാണുന്നത്. ഇനി ക്യാബലിൻ്റെ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 17.09 ഏറ്റവും പുതിയത്, PE റേഷ്യോ 57.59, 60.63, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 13.66% ആണ്. NAV 125.19 പെർ ഷെയർ. ഇതിൻ്റെ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ ലിങ്ക്ഡ് ടൈം ഇന്ത്യയാണ്. അതുപോലെ ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്. ഇനി നമുക്ക് പിയർ കമ്പനികളെ കുറിച്ച് നോക്കാം. ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഹാവൽസ് ഇന്ത്യ, പോളിക്യാബ് ഇന്ത്യ, KI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഫിനോലെക്സ് കേബിൾസ്, V-Guard, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ്, പിന്നെ ബജാജ് ഇലക്ട്രിക്കൽസ്. അതിൻ്റെ എല്ലാം ബേസിക് EPSഉം NAVയുമാണ് ഈ 2 കോളങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി RR കാബലിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സെപ്റ്റംബർ 13 മുതൽ 15 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 983 രൂപ മുതൽ 1035 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. അതിൽ എടുത്തു പറയേണ്ടത് എംപ്ലോയീസിന്, അവരുടെ സ്വന്തം എംപ്ലോയീസിന് 98 റുപ്പീസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഓരോ ഓഹരിക്ക്. അപ്പോൾ എംപ്ലോയീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് മടിക്കണ്ട. 180 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഫ്രഷ് അല്ലാതെ ഓഫർ ഫോർ സെയിൽ 1784.01 കോടി രൂപയ്ക്കുള്ളതുണ്ട്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 1964.01 കോടി രൂപയ്ക്കുള്ളതുണ്ട്. 14 എണ്ണമാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ റീറ്റെയിലർക്ക്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 രൂപയാണ് ഫേസ് വാല്യൂ. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്, 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 21, റീഫണ്ട് 22, ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് 25, ലിസ്റ്റിംഗ് സെപ്റ്റംബർ 26 ഈ കമ്പനി വാങ്ങണോ വേണ്ടിയോ, ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ സംശയമുള്ളവരോട് പറയാനുള്ളത്, കമ്പനി വളരെ മികച്ച ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ വളരെ വലുതാണ്. RR കാബൽ എന്നുള്ളത് കൂടാതെ ലൂമിനസ് എന്നുള്ള ബ്രാൻഡും വളരെയധികം പ്രശസ്തമാണ് ഇന്ത്യയിലും. മാത്രമല്ല ഇത് നല്ലപോലെ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കമ്പനി കൂടിയാണ്, ഇവരുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ. അതുപോലെ തന്നെ ഇതൊരു കേബിൾ കമ്പനിയാണോ FMCG കമ്പനിയാണോ എന്ന് പലപ്പോഴും സംശയം തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ റവന്യൂ സൈഡിലേക്ക് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു വർഷത്തിൽ ഒഴിച്ച് ബാക്കി കഴിഞ്ഞ 3 വർഷം പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ വളരെ മികച്ചതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ ഡിവിഡൻഡ് സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച റെക്കോർഡാണ് കമ്പനി. ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അതുകൊണ്ട് അറിയാൻ സാധിച്ചില്ല. കമ്പനി 2022 100% ഡിവിഡൻഡ് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ 2023 180% അവർ ഡിവിഡൻഡ് കൊടുത്തത്.
കൊടുത്ത് ഏറ്റവും പുതുതായിട്ട് 2024 കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത് 90% ഡിവിഡൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡിവിഡൻഡ് പോളിസി ഉള്ളൊരു കമ്പനിയാണ് എന്ന് കൂടി അറിയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇതിനോടുള്ള ഒരു അട്രാക്ഷൻ കൂടുമെന്ന് തീർച്ചയാണ്. അതുപോലെ കമ്പനിയെ സംബന്ധിച്ച് ടോട്ടൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ CAGR പിയർ കമ്പനികളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ മികച്ചതാണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഈ സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനി കൂടിയാണ് RR Kabel. അതുകൊണ്ട് തീർച്ചയായിട്ടും മിഡ് ടൈം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് എല്ലാം തന്നെ ഇതിൽ പാർക്ക് ചെയ്യാവുന്നതാണ് ഫണ്ട്. പിന്നെ ലിസ്റ്റിംഗ് ഗെയിനും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട്. RR Kabelന്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് കേട്ടല്ലോ, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. പിന്നെ ഈ വീഡിയോയെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്ത് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഈ വീഡിയോയ്ക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു IPO വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.